ഇത്രക്കൊക്കെ ബിൽഡപ്പ് വന്നിട്ട് നമുക്ക് രമ്യേനെ ഫസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് ABM നമുക്ക് തേർഡ് കിട്ടിയത് നമ്മുടെ ഉമേഷ്. അപ്പൊ ഞാൻ ആ പേര് അങ്ങനെ തന്നെ പറയാം. ഫസ്റ്റ് പ്ലേസ് നമുക്കുള്ളത് സജനിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് പ്ലേസ് ഞങ്ങളുടെ ന്യൂ വർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ കൂടെ ഇരിക്കുന്ന ആളാണ് ആൻഡ്രു. ഒത്തിരി കൺസിസ്റ്റന്റ് റവന്യൂ തന്നിട്ടുണ്ട്. ആൻഡ്രു അവസാനത്തെ നിമിഷം വരെ കട്ടയ്ക്കായിരുന്നു. ഒരു 5 സെയിലിൽ വ്യത്യാസത്തിലാണ് ആൻഡ്രോയുടെ അടിച്ചു പോയത്. അത് ക്യാൻ ഹാപ്പൻ ടു എനിബഡി. അപ്പം ഞാൻ നമ്മളുടെ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ആൻഡ്രോയെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ടെലിസെയിൽസിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ ഇത്ര ടോപ്പിലോട്ട് വരാൻ എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടോപ്പിലോട്ട് എന്തായാലും വരാൻ പറ്റും. എൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. കാരണം കുഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ അവോധയിൽ കയറുന്ന സമയത്ത് കുഞ്ഞിനെ നോക്കണം, വീട്ടിലെ കാര്യം ഒക്കെ കൂടെ ആയപ്പോൾ ഞാൻ ഒന്നും ആയിത്തില്ലായിരുന്നു ശരിക്കും. ചുമ്മാ അവനെ നോക്കുന്ന ആ ഒരു കെയർ ആയിരുന്നു ഇന്നിപ്പോ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഇതെന്ന് പറയാം ഫസ്റ്റ് തന്നെ. പിന്നെ എൻ്റെ മോൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ കോൺടെസ്റ്റിൽ ഫസ്റ്റ് വിൻ ചെയ്യണമെന്നുള്ളത്. അവൻ ചോദിച്ച കാര്യം ജയിച്ചോ ഫസ്റ്റ് ആണോ എന്നാണോ അവൻ ചോദിച്ച മെയിൻ കാര്യം. AC ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാനിന്ന് ഫുൾ ടൈം AC ആയി. പിന്നെ നമുക്കൊരു BD എന്ന് പറഞ്ഞ പൊസിഷൻ വന്നു. നമുക്ക് BD ആയി, ടീം ലീഡറായി, ടീം മാനേജറായി. ഇപ്പോൾ ABM എന്നുള്ള പൊസിഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്കണോമിക്ക് നോക്കിയാലും 9,300 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇന്ന് ഒരു മന്ത് മിനിമം എനിക്കൊരു 50,000 രൂപ കുറയാതെ എനിക്ക് കിട്ടും. ഈ ഒരു പ്രൈസ് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോടാണ്. ഒരുപാട് അതിന് വേണ്ടി എഫേർട്ട് എടുത്തത് എൻ്റെ ടീം മെമ്പേഴ്സാണ്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല പ്രത്യേകിച്ച്, കാരണം എല്ലാവരും അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു ടീം, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു അവോധ. ഇനി ഒരുപാട് അവോധർക്കും ഒരുപാട് വളരാൻ പറ്റിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സക്സസിന് പിന്നിൽ ഏറ്റവും ഞാൻ താങ്ക്ഫുൾ ചെയ്യുന്നത് ഈ ഒരു ടീമിനാണ്, കൊച്ചി ടീം. എൻ്റെ ഈ ഒരു സക്സസ് എൻ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ എവറി മെമ്പേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ കൊച്ചി ടീം 1. നമ്മുടെ അക്കാഡമിക് കൺസൾട്ടൻസ്, ACs, ഫ്രീലാൻസ് വെർട്ടിക്കൽ വർക്ക് ചെയ്യുന്ന ACs, ദെൻ TMs, BDAs, ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും റിസൾട്ട് മാത്രമാണ് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ടീം സക്സസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ടീം എന്ന് പറയുന്നത് ഒരൊറ്റ മൈൻഡിൽ നിന്നാൽ മാത്രമേ ആ ടീമിന് നല്ലൊരു സക്സസ് ഉണ്ടാവുള്ളൂ. അതിൽ ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത്.